പത്തനംതിട്ട നഗരസഭ നിർമ്മിച്ച ടൗൺ സ്ക്വയറിന്റെ ഉദ്ഘാടനം ഇന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിക്കും. ഓപ്പൺ സ്റ്റേജും ചെറു പൂന്തോട്ടവും ശൗചാലയങ്ങളും ടൗൺ സ്ക്വയറിന്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട്. ആ കാഴ്ചയിലേക്ക്. പത്തനംതിട്ട മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി നഗരസഭ പണം നൽകി ഏറ്റെടുത്ത ഭൂമിയിലാണ് ടൗൺ സ്ക്വയർ നിർമ്മിച്ചത്. പട്ടണത്തിലെത്തുന്നവർക്ക് വിശ്രമിക്കാനും സായാഹ്നം ചിലവഴിക്കാനും ഇനി ടൗൺ സ്ക്വയറിലേക്ക് വരാം. വാക്വേയും ലഘുഭക്ഷണശാലയും ഒരുക്കിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച കെ നായരുടെ ശില്പവും ടൗൺ സ്ക്വയറിലുണ്ട്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ പേരാണ് ഗേറ്റിന് നൽകിയിരിക്കുന്നത്. നഗര ജീവിതത്തെ സംബന്ധിച്ചുള്ള പുതിയ സങ്കല്പങ്ങൾ, നഗര സൗന്ദര്യവൽക്കരണം, നഗര ജീവിതത്തിൻ്റെ നവ്യാനുഭവങ്ങൾ, ഒരു സാമൂഹിക ഇടമൊരുക്കുക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് പത്തനംതിട്ട നഗരസഭ ടൗൺ സ്ക്വയറിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചത്. പത്തനംതിട്ട നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് വിനോദത്തിനും വിശ്രമത്തിനും വേണ്ടിയുള്ള ഒരു സ്ഥലം ഒരുക്കുക എന്നതും ടൗൺ സ്ക്വയർ എന്ന ആശയത്തിൻ്റെ പിന്നിലെ ലക്ഷ്യമായിരുന്നു. ജില്ലയുടെ സാംസ്കാരിക പ്രാധാന്യം വിളിച്ചോതുന്ന ചിത്രങ്ങളും ടൗൺ സ്ക്വയറിൽ വരയ്ക്കും. ഓപ്പൺ സ്റ്റേജിന് മുന്നിൽ 1000 പേർക്ക് വരെ ഇരിക്കാനുള്ള സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. പരസ്യങ്ങളും ബോധവൽക്കരണ സന്ദേശങ്ങളും പ്രദർശിപ്പിക്കാനായി LED വാളും സജ്ജീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ടൗണിന്റെ സാംസ്കാരിക സൗഹൃദ കൂട്ടായ്മകൾക്കുള്ള ഇടമായി കാലക്രമേണ ടൗൺ സ്ക്വയർ മാറ്റാനാണ് പദ്ധതി. ന്യൂസ് മലയാളം, പത്തനംതിട്ട.